ആളുകൾ പാർട്ടി വിട്ടു പോയി ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിനെ ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് 2 പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ആളെ മുട്ടിയും ചേരയും കടിക്കില്ല, ഞാൻ വലിയ പാമ്പും മൂർഖനൊന്നും അല്ല എന്നല്ലേ നിങ്ങൾ പറയണത്. ഞാൻ വെറും ചേരയാണ്. പക്ഷെ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനല്ല പറഞ്ഞു, എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാകരൻ്റെ മകളല്ല എന്ന്. അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തു. പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എനിക്കൊരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയുന്നതല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ അവകാശമില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല, ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തി ജീവിതവും വേറെ വേറെ കാണണം. അല്ല, അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും. ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും, അതിനുശേഷം കാണാം. അതുകൊണ്ട് അല്ലാതെ മറ്റേ പ്രതിഷേധം കൊണ്ടൊന്നും കാണാതിരിക്കുന്നതല്ല. എന്തിനെന്നും കണ്ടിട്ട് ഇപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോൾ കൺവെൻഷൻ മാറ്റൊന്നും ഉണ്ടാവില്ല. കൺവെൻഷൻ നടക്കും. ഞാൻ പോയിട്ട് വരാം. നമസ്കാരം. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തുമ്പോൾ അതേ സമയത്ത് അടിയന്തര സ്വയരക്ഷാ പദ്ധതികളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. ഇത്തവണ K മുരളീധരനാണ് മിശിഹായുടെ വേഷത്തിൽ. യഥാർത്ഥത്തിൽ പത്മജ ഇഫക്റ്റിൽ ആടി ഉലയുകയാണോ കോൺഗ്രസ്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഇന്നത്തെ ഈ ദയനീയാവസ്ഥയിലെത്തിയതിനെ ഈ പാർട്ടി മാറ്റം ഓർമ്മിപ്പിക്കുകയൂടിയല്ലേ? പിണറായി സർക്കാരിന് തുടർ വിജയം നേടിക്കൊടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്ന പുതിയ കോൺഗ്രസ് നേതൃത്വമല്ലാതെ പിന്നെ എന്ത് കാരണമാണ് കോൺഗ്രസിന്റെ ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് പറയുക? ഈ കഴിവുകെട്ട നേതൃത്വം കോൺഗ്രസിന്റെ കുഴി തോണ്ടുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നേതാക്കളും അണികളും BJP പാളയത്തിലേക്ക് ചേക്കേറുന്നതിൽ ആരെയാണ് തെറ്റ് പറയാനാകുക? VD സതീശനും K സുധാകരനും ധാർഷ്ട്യവും പരിഹാസവും മുഖമുദ്രയാക്കിയ 2 നേതാക്കൾ. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സ്വന്തം പിണക്കങ്ങൾ പരസ്യമാക്കുന്നതിലുള്ള ഇവരുടെ മിടുക്കാണ് ഇക്കഴിഞ്ഞ ദിവസം വരെ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അടിമുടി രക്ഷപ്പെടും എന്ന മൂഢവിശ്വാസത്തിലായിരുന്നു ഒരു കൂട്ടം അണികൾ. ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ പിഴവുകളൊക്കെ തിരുത്തും VD സതീശനെന്ന് കരുതിയവരൊക്കെ വിഡ്ഢികളുമായി. ഈ 2 നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിനെ നാദനില്ലാ കളരിയാക്കി മാറ്റിയതിന്റെ ദുരവസ്ഥ, നാണക്കേട് ഇതൊക്കെ അനുഭവിക്കുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരാണ്. അത്തരമൊരു നാണക്കേടിൽ നിന്ന് വീണ്ടും കോൺഗ്രസിനെ കരകയറ്റാൻ മുരളീധരനിൽ അഭയം തേടിയിരിക്കുന്നു പാർട്ടി. ആദ്യം മാറേണ്ടത് കോൺഗ്രസിലെ നിലവിലെ നേതൃനിരയല്ലേ? എന്നിട്ട് വേണ്ടേ പരിഹാരക്രിയകൾ? അതാണ് പരിശോധിക്കുന്നത് പ്രൈം ഡിബേറ്റ്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് K മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. അവരെ 3ാം സ്ഥാനത്തേക്ക് അയക്കും. കാരണം കേരള മണ്ണിൽ അവർക്ക് ഇനി നിലം തൊടാൻ കഴിയില്ല. ഈ സൂചന എങ്ങനെ മാറ്റം ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഇങ്ങനെ മാറണം എന്നുള്ളൊരു സൂചന നൽകി. അതനുസരിച്ച് ഞാൻ പറഞ്ഞു, പാർട്ടി എന്താ എന്നെ ഏൽപ്പിച്ചാലും ഞാൻ നിർവഹിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതല്ല ഞാൻ പറയട്ടെ, പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണല്ലോ ചുമതല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, വട്ടിയൂർക്കാവിലെ ഒരു കുടുംബാംഗം പോലെയാണ് ഞാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം മാറി വന്നപ്പോൾ അതനുസരിച്ചുള്ള വിജയം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തൃശ്ശൂരത്തെ ദൗത്യം ഏറ്റെടുക്കുന്നു. ഈ K കരുണാകരൻ്റെ ഫോട്ടോ അടക്കം ഉപയോഗിച്ചുകൊണ്ട് BJP പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ പത്മജ BJPയിൽ പോയതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടവുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കാൻ ഇന്ന് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി പോയതുകൊണ്ടൊന്നും പാർട്ടിക്കൊരു കോട്ടം ഉണ്ടാവില്ല. പക്ഷേ K കരുണാകരൻ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എതിർത്തത്, അവർക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചൊരു കളി കളിക്കാനുള്ള അവസരമുണ്ടായി. പക്ഷേ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ ശക്തമായി പ്രതികരിച്ചു. അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു.
അത് എല്ലായിടത്തും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും. കാരണം കെ കരുണാകരനെ സംഘികൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനെടുത്തോളം കാലം സമ്മതിക്കില്ല. ഈ പത്മജ കോൺഗ്രസ് വിടുന്നു, കെ കരുണാകരന്റെ തട്ടകത്തിൽ താങ്കൾ മത്സരിക്കാൻ പോകുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു താങ്കളുടെ ഒരു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേറൊരു രാഷ്ട്രീയ മാനം കൂടിയും ഇല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടിയാണ് എൻ്റെ ഗ്യാരണ്ടി. അല്ലാതെ എനിക്ക് മറ്റ് ഗ്യാരണ്ടി ഒന്നും നൽകാൻ കഴിയില്ല. വടകരയിലും കേരളത്തിലൊക്കെ മതേതര ശക്തികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭാവിയിൽ അത് തന്നെയായിരിക്കും എൻ്റെ പ്രവർത്തനം. ബിജെപിയിലേക്ക് പോയതാണോ ഈ സ്ഥാനാർത്ഥിത്വ മണ്ഡലം മാറ്റത്തിനുള്ള ഒരു കാരണം? അതല്ല, ബിജെപിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ള ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ അതിന് പ്രതാപനും നല്ല മിടുക്കനായിരുന്നു. പക്ഷേ കെ മുരളീധരൻ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് പ്രതാപൻ എന്നോട് 3 മാസം മുമ്പ് തന്നെ എന്നോട് ആവശ്യപ്പെട്ടാണ് തൃശ്ശൂരിലേക്ക് മാറണം, ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വടകരയുണ്ട്, വേറെ താല്പര്യങ്ങളില്ല. അല്ല, പത്മജയല്ല, പത്മജ മാത്രമല്ല, അല്ല ഈ അതെ ചതിയുണ്ട്. അതിനുള്ള ചതി എന്താര് കാണിച്ചാലും അത് കേരളത്തിൻ്റെ മണ്ണിൽ ചെലവാവില്ല. കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്വത്താണ്. അതാരും ഞാൻ വിചാരിച്ചാലും തട്ടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കെ കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മേലെ പോലും സംഘീയ പതാക പതപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, അന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ സിറ്റിംഗ് സീറ്റാണ്. പ്രതാപനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ മത്സരിക്കും തൃശ്ശൂർ, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രതാപന് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പ്രതാപൻ പറഞ്ഞു ലീഡറുടെ തട്ടകത്തിൽ മുരളിയേട്ടൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും വ്യക്തിപരമായിട്ട് നമ്മളെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. BJP എതിർക്കാനുള്ള ഒരവസരവും ഞാൻ ഇന്നുവരെ പാഴാക്കിയിട്ടില്ല. അല്ല, സഹോദരി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ ഇനി ചർച്ച ചെയ്ത ആരെയും വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ? അല്ല, BJP തീരുമാനിച്ചോട്ടെ, ആരെ ഇറക്കണം അവരല്ലേ തീരുമാനിക്കുക, ഞാനാണോ തീരുമാനിക്കുക? BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിവിടുക, അതാണ് ലക്ഷ്യം. അവിടെ ജയിക്കുക, സീറ്റ് നിലനിർത്തുക, BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളുക. ഈ രണ്ടാണ് പ്രധാന ദൗത്യം. പ്രചരണം മുരളി മന്ദിരത്തിൽ നിന്ന് തന്നെയായിരിക്കും തുടങ്ങുക. തീർച്ചയായും എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മറ്റ് പരിപാടികളിലേക്ക് കിടക്കുക. ഏതാ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു എൻട്രിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഒരു കാര്യം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചില പ്രസ്താവനകളൊരു വിവാദമായി മാറുന്ന ഒരു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. താങ്കൾ അതിൽ എന്ത് പ്രതികരിക്കുന്നു എന്നൊക്കെ അവരൊന്ന് ചോദിച്ചിരുന്നു. ഇല്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് കോൺഗ്രസ് രമേശ് ചെന്നിത്തല എന്നെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും കെ കരുണാകരൻ്റെ വ്യക്തിത്വത്തിനെ ഒന്നും ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെ കരുണാകരൻ്റെ ചിത്രം സംഖ്യകൾ ഉപയോഗിക്കാൻ ഇടയാക്കിയത് അദ്ദേഹമല്ലല്ലോ. അതാരാണ് ഇടയാക്കിയതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു. നാളെ തന്നെ തൃശ്ശൂർക്ക് പോകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ അങ്ങനെയാണല്ലോ അവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാലം സജീവമായിട്ട് MP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. ആ ഒരു പൂർണ്ണ സംതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ ടേമിലെ MP-മാർക്ക് എല്ലാവർക്കും ഉണ്ടായൊരു പ്രയാസം എന്ന് പറയുന്നത് 3.5 കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, കോവിഡൊക്കെ കാരണം. പക്ഷെ ആ സമയത്ത് പോലും നിയോജകമണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ അവിടുന്ന് പോകുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പലരും എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കണ്ടേ? അല്ല, നല്ല മിടുക്കനായിട്ട് ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പ്. ഷാഫിക്ക് ആ ദൗത്യം 100% ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. ഏതായാലും ടീച്ചർക്ക് ഡൽഹിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല. ടീച്ചർക്ക് കൂപ്പൺ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരാം. എങ്ങനെ? തീർച്ചയായിട്ടും ഷാഫി ജയിച്ച് നല്ല കരുത്തനായിട്ടുള്ള MP ആയിട്ട് ലോക്സഭയിൽ ഉണ്ടാവണം. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും.
അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇടതുപക്ഷത്തിനൊരു സ്ഥാനവുമില്ല. ഷാഫി ജയിച്ചു കഴിഞ്ഞാലും പാലക്കാട് സീറ്റ് നിലനിർത്താനുള്ള സംഘടനാ ശക്തി കോൺഗ്രസിന് പാലക്കാടുണ്ട്, UDF-നുണ്ട്. താങ്കൾക്കെതിരായിക്കൊണ്ട് സഹോദരിയെ തന്നെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നേരിടുന്നത്? അല്ല, അതിനെ നേരിടാനൊന്നും ഇല്ലല്ലോ. പാർട്ടിയുടെ നയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കും. പിന്നെ മുന്നിൽ നിർത്തിയാൽ BJPക്ക് സുഖമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പോവാം. അപ്പോൾ എൻ്റെ ജോലി ഭാരം കുറയും. ശരി. വടകരയിൽ ദൗത്യം ഏറ്റെടുക്കുന്നു എന്ന് കെ മുരളീധരൻ മാധ്യമങ്ങളോട്. പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ CPM നേതാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ എന്നിവർ ചേരുന്നു. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇന്നലെ രാത്രി വിളിച്ചു പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ നിർബന്ധിതനായത് എന്ന തരത്തിൽ തന്നെ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറയുന്നു. പെട്ടെന്നെടുത്ത തീരുമാനമാണ്. പത്മജ BJPയിലേക്ക് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ നേതാക്കളെയാണ് കോൺഗ്രസിൽ ഇന്നലെ മുഴുവൻ കണ്ടത്. എന്നിട്ടും ഇത്ര വലിയ വീമ്പ് പറഞ്ഞവർ പേടിച്ചു പോയോ? ഇങ്ങനെ ഒരു സർപ്രൈസ് പട്ടിക, ഇങ്ങനെ ഒരു മാറ്റം ഇതല്ലാതെ പിന്നെ മറ്റെന്ത് കാരണം കൊണ്ടാണ്? രാഷ്ട്രീയത്തിൽ ഓരോ നിമിഷങ്ങളും ഓരോ ചലനങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതാണ്. അതാത് നിമിഷങ്ങളിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. അതിനനുസരിച്ചാണ് ചടുലമായ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഇവിടെ BJP ബോധപൂർവം ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടമുള്ള ഒരു നേതാവിൻ്റെ പേര് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ സംഘിപ്പട്ടം ചാർത്താൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ജാഗ്രവത്തായ തീരുമാനമെടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ കടമയല്ലേ? ആ കടമ സമയോചിതമായി തന്ത്രപരമായി ഞങ്ങൾ നിർവഹിച്ചു. ഇന്നലത്തെ ആവേശം എന്തേ ഇന്ന് കാണുന്നില്ല? സംഘപരിവാർ ശക്തികൾക്ക്, സംഘിക്കൂട്ടങ്ങൾക്ക് എന്തേ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ആവേശം പോയി ഇന്ന് നേരം വെളുത്തപ്പോൾ? അപ്പോൾ കൃത്യമായ പൊളിറ്റിക്കൽ അപ്ഡേഷൻ ചെയ്യേണ്ട തന്ത്രപരമായ തീരുമാനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന ആർജവത്തായ തീരുമാനങ്ങൾ കോൺഗ്രസ് എടുക്കും. അങ്ങനെ എക്കാലവും എടുത്തിട്ടുണ്ടല്ലോ. BJPയുടെ നിയമസഭയിലെ അംഗത്വം ഇല്ലാതാക്കാൻ ഇതുപോലെ തന്നെയല്ലേ മുരളീധരൻ വടകരയിൽ MP ആയിരുന്നപ്പോൾ ഇറങ്ങിയത്? സംശയമുണ്ടോ? അപ്പോൾ വളരെ കൃത്യമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫൈറ്റർ, ക്രൗഡ് പുള്ളറാണ് ശ്രീ കെ മുരളീധരൻ. കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തെ പോലൊരാളെ തൃശ്ശൂരിൽ എന്താണോ BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ട സമയോചിതമായ, ഉചിതമായ, യുക്തമായ തീരുമാനം, നേതൃപരമായ തീരുമാനമെടുത്തു. അതാരെയും ഭയക്കേണ്ട കാര്യമില്ല. മറ്റൊരുത്തന് മുതലെടുക്കാനും വിൽപ്പന ചരക്കാക്കാനും കെ കരുണാകരനെയോ കേരളത്തിന്റെ കോൺഗ്രസിന്റെ അസ്തിത്വത്തെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ശ്രീ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാരണം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും വരുന്ന ദിവസങ്ങളിൽ. സമയോചിതമായി, എനിക്ക് രണ്ട് വാക്കാണ് സമയോചിതമായി തീരുമാനമെടുക്കുന്ന പാർട്ടി, ചടുലമായിട്ടുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്ന പാർട്ടി. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിൽ നാളെ നീളെ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോകുക, 3ഓളം മണ്ഡലങ്ങളിൽ ആശയക്കുഴപ്പം നിൽക്കുക, ഇതിനെല്ലാം ഇടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മുതിർന്ന നേതാവ് BJPയിലേക്ക് മറുകണ്ഠം ചാടുക, പ്രതിസന്ധിയിലായി പോകുക, പരിങ്ങിപ്പോകുക, എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയാതിരിക്കുക, ഇനിയും ഒന്നും ചെയ്യാതിരുന്നാൽ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകും എന്ന് വ്യക്തമാകുന്ന സമയത്ത് കാണിക്കുന്ന അവസാനത്തെ അടവ് കോൺഗ്രസിന്റെ. അതാണ് TN പ്രതാപന്റെ പേരെഴുതിയ ആ ചുവരെഴുത്ത് മായ്ച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ അവിടെ കെ മുരളീധരന്റെ പേരെഴുതിപ്പിക്കുന്നത്. അതിൽ എന്ത് ചടുല നീക്കമാണുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്? ഈ ചോദ്യം അപർണ എന്ന മാധ്യമപ്രവർത്തകയുടേതല്ല. ആ ചോദ്യം ഉള്ളിലെ രാഷ്ട്രീയത്തിൻ്റെതാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഉണ്ടോ? ഇന്ത്യ ഭരിക്കുന്ന ഏകപക്ഷീയമായ ഭൂരിപക്ഷമുള്ള പാർട്ടി ഇന്ത്യയിൽ എവിടെങ്കിലും പൂർണ്ണമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചോ? തെരഞ്ഞെടുപ്പ് എന്ന് നടക്കുമെന്ന് ഞങ്ങളെക്കാൾ ധാരണയുള്ള പാർട്ടിയാണല്ലോ. പ്രഖ്യാപിച്ചോ? കേരളത്തിൽ തന്നെ പൂർണ്ണമായി പട്ടിക പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. കോൺഗ്രസ് പോലൊരു പാർട്ടി ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗം കൂടിയാണ്. ഇന്ത്യ സഖ്യം 450ഓളം സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ചർച്ച നടക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളിൽ സിറ്റിംഗ് MP മാരെ മാറ്റിക്കൊടുക്കേണ്ടതായിട്ട് വരും.
ഒരു മുന്നണി സംവിധാനത്തിൽ. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് പോകാൻ കഴിയില്ല. അപ്പോൾ വിശദമായ ചർച്ചകൾ വേണം. ഇപ്പോൾ 36 പേരുടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ 36 പേരുടെ പട്ടിക ഇറങ്ങിക്കഴിഞ്ഞു. നാളെയും മറ്റന്നാളുമായി വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റികൾ തുടരുകയാണ് ഓരോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്. ആ സ്റ്റേറ്റുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റികൾ തുടരുന്നതിനനുസരിച്ച് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ചല്ല കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ഉചിതമായ സമയത്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ അതാത് സമയത്തെ വിഷയപ്രസക്തി മനസ്സിലാക്കിയാണ് തീരുമാനം എടുക്കുന്നത്. ഇവിടെ ചോദ്യം നിങ്ങളുടേത് എന്താണ്? ശ്രീ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ഞങ്ങൾ ഭയന്നിട്ടാണോ എന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഉചിതമായ സമയത്ത് ഇന്നലത്തെ സംഘപരിവാർ താങ്കൾ വ്യക്തിപരമായിട്ട് പോലും ആ ഉചിതമായ സമയം എന്ന് കരുതുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഈ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുപോകുക, ഈ ആശയക്കുഴപ്പം നീണ്ടുപോകുന്നതിൽ അണികൾക്കുണ്ടായിരുന്നില്ലേ നീരസം? അത് താങ്കൾക്കുണ്ടാവും. താങ്കൾ അത് സമ്മതിച്ചില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാകുക, ഏകോപനമില്ലായ്മ ഉണ്ടാകുക, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ നെട്ടോട്ടം ഓടേണ്ടി വരിക. അതുകൊണ്ടാണ് ഈ 24 മണിക്കൂറിനിടെ ഈ എഴുതിയ ചുവരെഴുത്ത് മായ്ക്കേണ്ടതായും വീണ്ടും സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കേണ്ട ഒരു സ്ഥിതി. അത് കോൺഗ്രസ് പ്രതീക്ഷിച്ചതൊന്നുമല്ല. അത് കോൺഗ്രസിന്റെ ചടുല നീക്കമല്ല, ഗത്യന്തരമില്ലായ്മയാണ്, ഗതികേടാണ്. ഗതികെട്ട അവസ്ഥയിൽ മറ്റൊരു വഴിയില്ല. നിങ്ങളൊരു വഴി അന്വേഷിക്കുകയാണ് ഇത് പരിഹരിക്കാൻ. ആറന്മുളയിലും വടക്കേക്കരയിലും പേരാവൂരിലും അപർണയ്ക്ക് പരിചയമില്ലെങ്കിൽ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ധനപാലനും ശിവദാസൻ നായരും അടക്കം KP നൂറുദ്ദീൻ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിൽ വോട്ട് ചോദിച്ച് കടന്നു പോകുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി ഹൈക്കമാൻഡ് ആ 3 സ്ഥലത്തും പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർ മാറി നിന്ന് പുതിയ സ്ഥാനാർത്ഥികൾ ആ വാഹനത്തിലോട്ട് കയറി പോസ്റ്ററും ബോർഡും മാറ്റി മത്സരിച്ച് ആ 3 മണ്ഡലത്തിലും കേരളത്തിൽ ജയിച്ച് തെളിയിച്ചു കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അറിഞ്ഞിരുന്നോണം. പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തു, വാഹനത്തിൽ സ്ഥാനാർത്ഥി കൈയുയർത്തി അഭിവാദ്യം ചെയ്ത് കടന്നു പോകുമ്പോഴാണ് തീരുമാനം മാറുന്നത്. ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ ഓരോ മണ്ഡലത്തിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്താ പ്രശ്നം? 20 സീറ്റാണ് ഞാൻ പറയട്ടെ. അല്ലെ, ആയിക്കോട്ടെ, നിങ്ങൾ വൈകാരികമാകണ്ട. ഞാൻ പറയാലോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്. എന്ത് ചൂടാകാനൊന്നും പോകേണ്ട കാര്യമില്ലാതെ. ഇവിടെ വളരെ കൃത്യമാണ്. കേരളത്തിൽ സിറ്റിംഗ് കാൻഡിഡേറ്റ്സ് മത്സരിക്കും എന്ന് പറഞ്ഞു. എവിടെ കൺഫ്യൂഷൻ? 20 സീറ്റിൽ ഞാനതാ ചോദിച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു? നിങ്ങൾക്കെന്താ അതിൽ ആകുലതയില്ലാത്തത്? ഈ നാട് മുഴുവൻ പിടിച്ചടക്കാൻ പോകുന്ന സമ്പത്തും സൗകര്യവും സ്ഥാനമാനങ്ങളും ഉള്ള പാർട്ടി എന്താ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത്? നിങ്ങൾക്കെന്താ അതിനെക്കുറിച്ച് ചർച്ചയില്ലാത്തത്? നിങ്ങൾക്കെന്താ ആകുലതയില്ലാത്തത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് ബിജെപി ഞാൻ പറയട്ടെ. അല്ല, കേരളത്തിലെ ഞാൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പറയുന്നത്. കേരളത്തിൽ ഞങ്ങൾ 20 സീറ്റിൽ 19 സിറ്റിംഗ് MP-മാരുള്ള പാർട്ടിയാണ്, മുന്നണിയാണ്. ആ മുന്നണിയിൽ ഞങ്ങൾ പുതുതായി അവതരിപ്പിക്കുന്ന ആരെയാണ്? ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളിലെ മാറ്റം വരുന്നുള്ളൂ. ബാക്കി മുഴുവൻ സിറ്റിംഗ് MP-മാർ മത്സരിക്കുമെന്ന് പറഞ്ഞല്ലോ. 3 സീറ്റ് താഴെയാണ് കേരളത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ആ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളല്ല. ഒരു മുന്നണി എന്നുള്ള നിലയിൽ, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ പാലിക്കേണ്ട ചില സാമൂഹിക സമവാക്യങ്ങളുണ്ട്. ആ സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 20 സീറ്റിൽ 3 സീറ്റ് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ പരിഹരിക്കണം. അത് പരിഹരിക്കണമെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് ശരിയാകണം. അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുക. ഇലക്ഷൻ പോലും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സമയത്ത് നിങ്ങൾ എന്നാ പറയാ, ഈ നിലയിലൊന്നും വ്യാഖ്യാനിച്ചു പോകരുത്. ഞങ്ങൾ വളരെ കൃത്യമായി കേരളത്തിൽ നിങ്ങൾ ചർച്ചയിൽ അറിയാൻ പറയുക. ഞങ്ങൾ കേരളത്തിലെ 19 സീറ്റിലും മുന്നണി എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇപ്പോഴും ഒരു സീറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു സീറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുക. അപ്പോ കേരളത്തിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതും പ്രഖ്യാപിക്കും. അതിന് ഉചിതമായ സമയമുണ്ടെന്നേ. ഞങ്ങൾക്ക് അതിന്റെ തീരുമാനങ്ങളുണ്ടെന്നേ. ആ തീരുമാനങ്ങൾ അറിയിക്കേണ്ട സമയത്ത് ഔദ്യോഗികമായി ഞങ്ങൾ അറിയിക്കും. നിങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട. വളരെ കൃത്യമായ തീരുമാനമാണ് UDF എടുത്തിരുന്നത്. അതിന്റെ അകത്ത് മാറ്റം വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന്റെ തത്സമയ ദൃശ്യം കൂടിയാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ പത്രസമ്മേളനം നടത്തുകയാണ്. അതെ, അതിന് തത്സമയ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിഡ്ഢിത്തരമാണോ കാണിച്ചത്? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, പ്രചാരണത്തിനിറങ്ങി, വോട്ട് ചോദിക്കുന്നു. ഇതിന്റെയൊക്കെ എന്തർത്ഥമാണുള്ളത്?
ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന CPM ഈ ആരോപണങ്ങൾ കേൾക്കുന്നില്ലേ? ഇപ്പോൾ ഇതാ മത്സരത്തിന് സർപ്രൈസ് പട്ടികയുമായിട്ട് പുറത്തിറങ്ങി വരികയാണ് കോൺഗ്രസ്. മത്സരം കടുക്കുമോ? ഈ വർത്തമാനകാല സാഹചര്യത്തിലെ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 32ഓളം നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ടുപോയത്. അതിൽ മുൻ മുഖ്യമന്ത്രിമാർ, PCC പ്രസിഡന്റുമാർ, PCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ MP മാർ, MLA മാരൊക്കെ ഉണ്ട്. ഇപ്പം കേരളത്തിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ BJPയുടെ ഭാഗമായി മാറിയത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതിയോടുകൂടി കേരളത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, അതോടൊപ്പം തന്നെ സിറ്റിംഗ് MP മാരെല്ലാം മത്സരിക്കും, ഒരാശങ്കയുമില്ല, ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുക കോൺഗ്രസ് UDF ആയിരിക്കും എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് പ്രസ്താവിച്ചത്. ഇപ്പോൾ മാർച്ച് മാസം 9-ാം തീയതിയായി. ഇന്നുവരെ ഏകദേശം ഒരു മാസമായിട്ടും അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ വന്നതും കടുത്ത പ്രതിസന്ധിയിലേക്ക് അവർ പോയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ ആണ് എന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ രാജ്യസഭാ അംഗമാണ്. രാജസ്ഥാനിൽ നിന്നും ഉള്ള രാജ്യസഭാ അംഗം 2026 ജൂലൈ മാസം വരെ ഒരൊറ്റ സെക്കൻഡ് KC വേണുഗോപാൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആ മിനിറ്റുകളിലേക്ക് ഒരൊറ്റ സെക്കൻഡ്. In this list, out of 39, 15 people are from general category and 34 candidates from SC, ST, OBC minorities. 24. 15 from general category, 24 out of 39 from SC, ST, OBC and minority. 12 people are below 50 years age, under 50 years age. 8 people are between 15 and 60. 61 and 70, 12 people are there. 71 to 76, 7 people are there. This is the age status. 71 to 76. Now I am reading out the names. Chhattisgarh, Jankir Champa SC, Dr. Shivkumar Daharia. Chhattisgarh State, Korba, Mrs. Jolsna Magans. Chhattisgarh 6, Rajnandgarh, Bhubesh Baghel. Chhattisgarh Durg, Rajendra Sahu. Chhattisgarh Raipur, Vikas Upadhyaya. Chhattisgarh Mahasamud, Tamaruddin Sahu. Tamaradwaj Sahu. Karnataka, Bijapur SC, HR Algor. Karnataka Haveri, Anand Swami Gaddevara Mats. Anand Swami Gaddevara Mats. Karnataka Tumkur, SP Muddana Megowda. Karnataka Mandya, Venkat Ramegowda, Star Chandru. Karnataka Bangalore Rural, DK Suresh. Shimoga, Srimati Geeta Shivraj Kumar. Hassan, Shreyas Patel. Then Kerala, Kasargod, Rajmohan Unnitan. Kannur, K. Sudhagaran. Badagara, Shafi Parambil. Wayanad, former Congress President Sri Rahul Gandhi. Kozhikode, Sri M.K. Raghavan. Palakkad, Sri V.K. Srikantan. Alathur,
Mrs. Ramya Haridas, Miss Ramya Haridas. Trishur, K. Muralidharan. Chalakudi, Binni Bahanan. Ernakulam, Haibi Eden. Idukki, Dean Kuriakos. Alapura, Sri K.C. Venugopal. Mavelikara, Kodikundal Suresh. Pathanamthitta, Anto Anthony. Attingal, Adur Prakash. Thiruvananthapuram, Dr. Shashi Tharoor. Lakshadweep, Muhammad Hamdullah Said. Shillong, Meghalaya, Vincent H. Pala. Meghalaya Tora ST, Saleng A. Sankma. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. വീണ്ടും അഡ്വക്കേറ്റ് കെ. സരൺകുമാർ പറഞ്ഞു വന്നതിലേക്ക്, ഇപ്പോൾ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം, ആലപ്പുഴയിലടക്കമുള്ള ആശയക്കുഴപ്പം തീർന്നു. കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിച്ച് അത് തീർത്തിരിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു പ്രതിസന്ധി വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ചില മണ്ഡലമാറ്റങ്ങളടക്കം, തൃശ്ശൂരടക്കമുള്ള മണ്ഡലമാറ്റങ്ങൾ പോലെയുള്ള ഒരു പുതിയ അല്ലെങ്കിൽ അത്തരം ചില നീക്കങ്ങളിലേക്ക് കടക്കാൻ കോൺഗ്രസിനെ നിർബന്ധിതമാക്കിയിരിക്കുന്നു. അതാണ് പറഞ്ഞു വന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് പാലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ച കെ.സി. വേണുഗോപാലിന്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭാംഗമാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 2026 ജൂലൈ മാസം വരെയാണ്. അതായത് ഇനി 26 മാസം ഉണ്ട്. ഇപ്പോൾ പാർലമെന്റിൽ രാജ്യസഭയിൽ BJPയുടെ എണ്ണം 4 അംഗങ്ങൾ കൂടി ഉണ്ടായാൽ രാജ്യസഭയിലും BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ രാജ്യസഭയിൽ 26 മാസം കൂടി 2 കൊല്ലത്തിലധികം കാലാവധിയുള്ള ഒരു വ്യക്തി വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുമ്പോൾ CPM സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അതായത് അദ്ദേഹം ജയിച്ചു വന്നാൽ കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ള ഒരംഗം നഷ്ടപ്പെടും. ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉള്ള ഒരംഗം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ വടകരയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഷാഫി പറമ്പിൽ. കേരളത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വിജയിച്ച ആളാണ്. വളരെ ചെറിയ വ്യത്യാസത്തിനാണ് വിജയിച്ചത്. അതായത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ BJPക്ക് അടക്കം ജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സീറ്റ് മാറ്റമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതൊക്കെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് എല്ലാ അധികാരമുണ്ട്. ആര് മത്സരിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ഈ വർത്തമാന കാലത്ത് കോൺഗ്രസ് അതിന്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതും, വടകരയിലെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് മാറ്റുന്നു. തൃശ്ശൂർ സ്ഥാനാർത്ഥി ഏകദേശം 180ഓളം മതിലുകൾ എഴുതി എന്ന് അദ്ദേഹം പറഞ്ഞു. 3.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചു എന്ന് പറഞ്ഞു. വലിയ തരത്തിൽ പ്രചരണത്തിൽ ഇടപെട്ട, പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത സ്ഥാനാർത്ഥികളെ തന്നെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. കോൺഗ്രസിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള പ്രതികരണവും അതനുസരിച്ച് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, അതുപോലെ എല്ലാ സിറ്റിംഗ് MPമാരായിരിക്കും മത്സരിക്കുക, കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം നിമിഷങ്ങളുടെ സമയം മതി എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കണ്ടതാണ്. പക്ഷേ CPMന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങി, LDFന്റെ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി, BJPയുടെ 12ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനം വരെ അവർക്ക് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് നാം കണ്ടത്. അത് തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലും പ്രതിഫലിക്കും എന്നതിൽ സംശയമില്ല. ഇപ്പോഴും പല നേതാക്കന്മാരും ഞങ്ങളോടുള്ള ചർച്ച പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നലെ പ്രതികരിച്ച വനിതാ നേതാവ് വരെ, കോൺഗ്രസിന്റെ വനിതാ നേതാവ് വരെ ഞങ്ങളോട് 1-2 ഘട്ടം ചർച്ച പൂർത്തീകരിച്ചതാണെന്ന് BJPയുടെ നേതാവ് പറയുന്ന സാഹചര്യം നാം കണ്ടു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ 8ഓളം സീറ്റുകൾ ഒഴിവിട്ട് BJP പ്രഖ്യാപിച്ചിരിക്കുന്നതും പലരും വരാൻ സാധ്യതയുണ്ട്. പലരുടെയും ചർച്ചയും ഓഫറുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷൻ പുരോഗമിക്കുകയാണെന്നുള്ള വസ്തുതയും പുറത്തു വരികയാണ്. അതുകൊണ്ട് ഇവിടെ ഈ കേരളത്തിൽ 20 സീറ്റുകളിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കട്ടെ. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ പ്രതിസന്ധി വലിയ രൂപത്തിൽ BJPക്ക് ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് BJP വലിയ ഓഫറുകളുമായി കാത്തിരിക്കുന്നു. പല കോൺഗ്രസ് നേതാക്കന്മാരും അതിൽ പോയി വീഴുന്ന ഒരു സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് കടന്നു പോകുന്നത്. തിരികെ എത്താം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, പത്മജ ഇഫക്റ്റ് അതെത്ര കോൺഗ്രസ് നിഷേധിച്ചാലും അതിനകത്ത് പേടിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് BJP കരുതുന്നുണ്ടോ? ഈ ഒരു സർപ്രൈസ് പട്ടികയെ, മണ്ഡല മാറ്റത്തെ BJP കാണുന്നത് ഏത് തരത്തിലാണ്? BJP അങ്ങനെ കരുതുന്നുണ്ടോ എന്നതിനേക്കാൾ പ്രസക്തം ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിക്ക്
ഏറ്റവും കൂടുതൽ സീറ്റുകൾ 2 അക്ക സീറ്റുകൾ സംഭാവന ചെയ്ത ഒരേ ഒരു സംസ്ഥാനം കേരളം. ആ സംസ്ഥാനം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടും അതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം കൊണ്ടും പരമപ്രധാനമർഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പിന്തുണ കൊടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ CPIM വളരെ ശക്തമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടതും കേരളത്തിൽ നിന്ന് ജയിച്ചു കിട്ടുന്ന സീറ്റുകൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ 2 ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾക്കും അതീവ പ്രാധാന്യമുള്ള ഈ സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് നേതൃത്വം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ തന്നെ പിഴച്ചിരിക്കുന്നു കോൺഗ്രസിന് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത് BJP പറയാതെ തന്നെ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തിരുത്തേണ്ടി വരുന്നു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ KC വേണുഗോപാൽ മത്സരിക്കേണ്ടി വരുന്നു. വടകരയിൽ മത്സരിക്കുമെന്ന് പറയുന്ന K മുരളീധരൻ തൃശൂരിലേക്ക് മാറേണ്ടി വരുന്നു. നിലവിലുള്ള MLA ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ആകപ്പാടെ ഈ ആശയക്കുഴപ്പത്തെ ഇന്ത്യയുടെ മുന്നിലേക്ക്, കേരളത്തിലല്ല, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഏറ്റവും അവസാനത്തെ കാരണം പത്മജയുടെ BJP പ്രവേശമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പത്മജ തന്നെ പറയുന്നുണ്ട്, ഇതൊരു തുടക്കമാണ്, ഇനിയും പലരും വരും. BJP ഒഴിഞ്ഞു കിടക്കുന്ന 8 സീറ്റുകളിലേക്ക് ഇപ്പൊ ആശങ്കയോടെ എല്ലാവരും നോക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ നേതാവും എല്ലാം തന്നെ അവരുടെ ഏറ്റവും ശക്തമായ സപ്പോർട്ടർ CPIM-ഉം വളരെ ആശങ്കയോട് കൂടി തന്നെയാണ് ഈ വിഷയത്തെ നേരിടുന്നത്, നോക്കിക്കാണുന്നത്. അവർക്കതിനെ ഓവർകം ചെയ്യാൻ വളരെയേറെ വിഷമിക്കേണ്ടി വരും. മാത്രമല്ല, CPIM-ഉം കോൺഗ്രസ് പാർട്ടിയും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കേരളത്തിൽ തന്നെ അവർക്ക് പതറാൻ പോകുന്നു. BJP ഇവിടെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ ആശയക്കുഴപ്പം. അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ഘടകകക്ഷികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ മുന്നണിക്കും അതിലെ ഘടകകക്ഷികളായിട്ടുള്ള കോൺഗ്രസിനും CPIM-നും കൊടുക്കാൻ കഴിയുന്നത് കേവലം ആശങ്ക മാത്രമാണ്, ആശയക്കുഴപ്പം മാത്രമാണ്. അങ്ങനെ അഡ്വക്കേറ്റ് ജയസൂര്യൻ, കോൺഗ്രസ് ഇതിനകത്ത് കാണിച്ചൊരു മന്ദഗതിയിലുള്ള ആ ഒരു നീക്കങ്ങൾ, അത് ഏതൊക്കെ തരത്തിൽ അഡ്വക്കേറ്റ് അനിൽ ബോസ് ന്യായീകരിച്ചാലും ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത് വളരെ പ്രബലരായിട്ടുള്ള ഒരു പട്ടിക കൊണ്ടുവന്ന് എങ്ങനെയും വിജയം ഉറപ്പാക്കണമെന്ന രീതിയിലേക്ക് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് കാലുകുത്താൻ ഒരിടം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു മത്സരം, ആ മത്സരം LDF-ഉം UDF-ഉം തമ്മിലുള്ള ടൈറ്റ് മത്സരമായിരിക്കും മാറുക എന്ന രീതിയിലേക്ക് ചിത്രം മാറിയില്ലേ? BJPയുടെ സാധ്യത കുറയുകയല്ലേ ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ BJPയുടെ സാധ്യത വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. കാരണം CPIM-ന് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ വേണ്ടി CPIM എത്രയേറെ ആളുകളെ ജയിപ്പിച്ചെടുക്കണമോ എന്നുള്ളത്, എത്ര കോൺഗ്രസുകാരെ തോൽപ്പിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ CPIM കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ തോക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം. ഈ വൈരുദ്ധ്യമുണ്ടല്ലോ, ഇത് ഇന്നലെ വരെ കേരളത്തിന്റെ പുറത്ത് മാത്രമാണെങ്കിൽ ഇന്ന് കേരളത്തിനകത്ത് വളരെ പ്രകടമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ഞെട്ടിക്കുന്ന, അതായത് LDF-നെയും UDF-നെയും CPM-നെയും കോൺഗ്രസിനെയും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ വലിയ ഒരു മുന്നേറ്റമായിരിക്കും BJP ഇവിടെ സൃഷ്ടിക്കുന്നത്. അതോടുകൂടി ഇന്ത്യ മുന്നണി അതിന്റെ ഏറ്റവും വലിയ ശക്തിദുർഗമായ കേരളത്തിൽ തന്നെ തകർന്നു വീഴും. ആ കാര്യമാണ് പത്മജയുടെ BJP പ്രവേശത്തിൽ കൂടി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആശങ്കയിൽപ്പെട്ട് ഉഴലുന്ന കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവും അതിന്റെ അഴിച്ചുപണിയുമെല്ലാം അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ കൃത്യമായി CPM പറയേണ്ട ഒരു കാര്യമുണ്ട്, കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കേരളത്തിലെ സീറ്റുകൾ അങ്ങ് പപ്പാതിയോ നിങ്ങളുടെ ഇഷ്ടം പോലെയോ വീതിച്ചെടുത്തിട്ട് BJPയെ നേരിടൂ. അപ്പോൾ അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP നേതാവിന്റെ ആ ആത്മവിശ്വാസം കാണുന്നില്ലേ? കോൺഗ്രസിനോടുള്ള ആ പരിഹാസം കാണുന്നില്ലേ? ഇനിയും പലരും ഇറങ്ങിപ്പോകുമെന്ന് BJP അധ്യക്ഷൻ തൊട്ട് ഇപ്പോൾ BJP നേതാവായ പത്മജ വേണുഗോപാൽ വരെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നില്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ മുൻപ് തന്നെ ആ ചിത്രം വ്യക്തമാക്കും, അതല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും എത്ര പേര് പോകും എന്നത് മാത്രം എണ്ണിയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ആരൊക്കെ പോകും, ആരൊക്കെ പോകില്ല, എത്ര പേര് പോകുമെന്ന് ദൈവം തമ്പുരാന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അഡ്വക്കേറ്റ് അനിൽ ബോസ് എങ്ങനെ പറയും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ വിഷയങ്ങൾ, പാർട്ടിക്കകത്ത് ഉയരുന്ന പ്രശ്നങ്ങൾ, അഭിപ്രായ
കയ്യടക്കങ്ങൾ, ഇതൊന്നും ഇന്നും ഇന്നലെയും ഉടലെടുത്ത വിഷയങ്ങളല്ല. ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതിരുന്ന പ്രധാനപ്പെട്ട മുതിർന്ന നേതൃനിരയിലുള്ള നേതാക്കളുണ്ട്. അവരെ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഇറങ്ങിപ്പോകുന്നവരെ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുന്നവർക്ക് എന്തെങ്കിലും പറയണ്ടേ? അവർ പറയട്ടെ. അപർണ, ഇവിടെ ഞങ്ങൾ വളരെ ശുഷ്കിച്ചു പോയി. കോൺഗ്രസ് പാർട്ടി അങ്ങ് മോശമായ അവസ്ഥയിലാണ്, കോൺഗ്രസിൽ നിന്നെല്ലാവരും വിട്ടുപോവുകയാണ് എന്ന് പറയുമ്പോൾ അപർണ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊതുചിത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പൊതുചിത്രം ഹ്രസ്വമായി ഞാൻ പറയാം. ഇവിടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന BJPയുടെ നേതാവ് കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങൾക്കതൊരു വാർത്തയല്ല. BJPയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ 3ഓളം സംസ്ഥാനങ്ങളിൽ അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമാർ കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങൾക്കത് വാർത്തയല്ല. BJPയുടെ മുൻ ഉപമുഖ്യമന്ത്രിമാർ, MPമാർ, MLAമാർ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങളുടെ കൂടെ വന്നു, കർണാടകയിലടക്കം ഞങ്ങളുടെ കൂടെ വന്നു. നിങ്ങൾക്കതൊരു വാർത്തയല്ല. അവരുടെ മുന്നണിയിലെ വിവിധ കക്ഷികൾ വന്നു, അത് നിങ്ങൾക്ക് വാർത്തയല്ല. കോൺഗ്രസ് നിന്ന് പോകുന്നവരാണ് വാർത്ത. നിങ്ങൾ ചർച്ച ചെയ്തോ, എനിക്ക് വിരോധമില്ല. ഇവിടെ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട് പ്രതാപൻ ചുവരെഴുതി, പ്രതാപൻ പോസ്റ്റൊട്ടിച്ചു. CPMന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുകയാണ്, എന്റെ പൊന്ന അരുൺകുമാറെ, ആ തൃക്കാക്കരയിൽ താങ്കളുടെ പേരെഴുതിയ മതിലിലെ പേരൊന്ന് തൂത്തിട്ടെങ്കിലും വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്ക്. തൃക്കാക്കരയിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺകുമാർ വോട്ട് ചെയ്യണമെന്ന ആ എഴുതിയ ഭിത്തിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊന്ന് തൂത്തിട്ട് വന്ന് സഖാവ് ഈ ചർച്ചയിൽ പങ്കെടുക്ക്. മനസ്സിലായില്ലേ? പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത, തെക്കും വടക്കും അറിയാത്ത, ഇടതുപക്ഷമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത ഒരു ഡോക്ടറെ പിടിച്ച് മത്സരിപ്പിച്ചപ്പം ഞങ്ങൾ കണ്ടതാ താങ്കളുടെ കരച്ചിൽ. ഇതങ്ങനല്ല. TN പ്രതാപൻ ഇന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനറിയാം രാഷ്ട്രീയ പ്രാധാന്യം. അദ്ദേഹം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന ബോധ്യമുണ്ടായിരിക്കെ അദ്ദേഹം ഒരു സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ പാർട്ടിക്കും മുന്നണിക്കും കരുത്ത് പകരാനുള്ള പ്രവർത്തനം അവിടെ നടത്തവേ തന്നെ ഇന്ന് BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി TN പ്രതാപൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഞാനങ്ങ് പറയാം, ഹീസ് ബിലോങ്സ് ടു ധീവര കമ്മ്യൂണിറ്റി. മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായും പ്രതാപൻ അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉപയോഗിക്കാൻ പോകുന്ന വജ്രായുധം ജാതിയാണെന്ന്. അതുകൂടി അറിഞ്ഞു തന്നെയാണ് പ്രതാപൻ 3 മാസം മുമ്പ് കെ മുരളീധരനോട് പറഞ്ഞു. മുരളീധരൻ ഈ ചർച്ച നമ്മുടെ തുടങ്ങുമ്പോൾ ബൈറ്റിൽ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ. അപ്പൊ എന്നിട്ടും സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കട്ടെ എന്ന് വന്നു. പക്ഷെ BJP അങ്ങനെ അങ്ങ് അറുമാദിച്ച്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് അറുമാദിച്ച് പോകാനാണ് ഭാവമെങ്കിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം. കേരളത്തിൽ ഒരിടത്തും ഒരു മണ്ഡലത്തിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ അപർണ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറയാം. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരിടത്തും BJP 2ാം സ്ഥാനത്ത് വരില്ല. വന്നാൽ അവിടെ 3ാം സ്ഥാനത്ത് പോകുന്ന പാർട്ടി CPM ഇടതുപക്ഷ മുന്നണിയായിരിക്കും. കുറിച്ചു വെച്ചോ, ഈ ചർച്ചയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ, എന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് വെച്ചോ. 2ാം സ്ഥാനത്ത് BJP ഏതെങ്കിലും മണ്ഡലത്തിൽ വന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയുമായിട്ടുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അവിടെ 3ാം സ്ഥാനത്തായിരിക്കും CPM ഇടതുപക്ഷവും. പിന്നെ കോൺഗ്രസിന്റെ അകത്തുനിന്ന് നേതാക്കൾ പോകുന്ന നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്ക്. പണിയെടുത്ത് വന്നവൻ, ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയതായി പണി. ഇതുപോലെ പണിയെടുക്കുന്ന 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന്, ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. പോയവരൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ, പോകുന്നവരുടെ പട്ടിക പട്ടികയൊക്കെ എടുത്തു നോക്കിയോ. അതുകൊണ്ടാണല്ലോ ഈ ചർച്ച തന്നെ നടത്തേണ്ടി വരുന്നത്. ആ പോയിന്റിന് ഞാൻ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെ വികാരമുണ്ട് ഈ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ. ആ പാർട്ടിയിൽ എന്താണ് നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എടുക്കുന്ന തീരുമാനം? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു? ഇതിൽ അണികളുടെ വികാരത്തിന് എന്ത് സംഭവിക്കുന്നു? നാണക്കേട് ആർക്കാണ്? സാധാരണ അണികൾക്കാണ്. അത് ഞാൻ പറയാതെ തന്നെ കൃത്യമായിട്ട് അഡ്വക്കേറ്റ് അനിൽ ബോസിന് അറിയാമെന്ന് എനിക്കറിയാം. അല്ല, സ്വാഭാവികമായി അല്ല, ഒരു കാര്യം പറയണ്ടേ? അർഹതപ്പെടാത്ത ആളുകളെ അർഹതപ്പെടാത്ത പദവികളിൽ ഇരുത്തുമ്പോൾ ആലോചിക്കണം കൃത്യമായി അർഹത. ഞാൻ പറയാം, 2004 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുകുന്ദപുരം എന്ന് പറയുന്ന സാവിത്രി ലക്ഷ്മണനെ പോലെയുള്ള ഒരു സാധാരണക്കാരിയെ, വലിയൊരു നേതാവല്ലാത്ത ഒരാളെ, ഒരു മുഖ്യമന്ത്രിയുടെ മകളല്ലാത്ത ഒരാളെ നിർത്തി ജയിപ്പിച്ച മണ്ഡലമാണ് മുകുന്ദപുരം. ആ മണ്ഡലത്തിൽ പത്മജയുടെ മത്സരം കേരളത്തിലെ എല്ലാ സീറ്റിലും UDF തോൽക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തന ഞാൻ. അതിന് മറുപടി ഇവിടെ പറയുന്നതിന് എനിക്ക് യാതൊരു ഭയവുമില്ലെന്നേ, അത് പറയും. പക്ഷേ ഒരു പാർട്ടി,
ഒരു മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകർക്ക് അതിനനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാവൂ. തീരുമാനങ്ങളിൽ ചിലപ്പോൾ പിഴവ് വരും, ചിലപ്പോൾ മികവ് വരും, ചിലത് പാളിപ്പോയെന്നിരിക്കും. ആ പാളിച്ച അന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളാരും പരസ്യമായി ആക്ഷേപിച്ചിട്ടില്ല, ഞങ്ങളാരും വിമർശിച്ചിട്ടില്ല, ഞങ്ങളാരും അപഹസിച്ചിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങൾ പാർട്ടി ലീഡർഷിപ്പ് മുന്നോട്ടുള്ള കാലങ്ങളിൽ പരിശോധിക്കണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. പണിയെടുക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, ഈ പാർട്ടിയെ ജീവനായി കാണുന്നവർ, അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മാനിച്ചുകൊണ്ടേ മേലിൽ നേതാക്കന്മാർ പോകാവൂ എന്നതിന്റെ വ്യക്തമായ അവസാനത്തെ താക്കീതാണ് ഇന്നലത്തെ ഈ സംഭവം. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയുന്നതിനൊന്നും എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണമാണ്. അതൊരു ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണമാണ് താങ്കളുടെ ഭാഗത്ത്. അതൊരു ഷാർപ്പായിട്ടുള്ള ഒരു സെക്കൻഡ് അപർണ, ഒരു സെക്കൻഡ്. ഇവിടെ ചർച്ച ചെയ്തല്ലോ കോൺഗ്രസ്സുകാരെല്ലാം നിരത്തി പോകുന്നു. കേരളത്തിൽ നിന്ന് പോയ ഏറ്റവും ആദ്യത്തെ ഒരു മന്ത്രി ആരാ BJP പോയത്? CPM-ന്റെ വിശ്വനാഥ മേനോനല്ലേ പോയത്? വിശ്വസിക്കാൻ കഴിയും അവർക്ക്? ഇവർ MLA ആക്കി അൽഫോൺസ് കണ്ണന്താനമല്ലേ പോയത്? ഇപ്പൊ പോകാൻ പോകുന്ന ഇവരുടെ ദേവികുളം MLA ആയിരുന്ന രാജേന്ദ്രനല്ലേ ഇന്നോ നാളെ പോകാൻ പോകുന്നത്? അതെ, ശരി, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, വിലപേശൽ തന്ത്രമാണോ അല്ലയോ അതൊക്കെ നിങ്ങളകത്ത് തീരുമാനിക്കേണ്ടതാണ്. S രാജേന്ദ്രൻ BJP-യിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകൾ ചർച്ച നടത്തിയെന്നുള്ള സ്ഥിരീകരിച്ച് രാജേന്ദ്രൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. അല്ല, അതിനുള്ള മറുപടി തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് ഈ BJP-യിലേക്ക് പോകാൻ ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാർ CPM-ന്റെ MLA മുൻ MLA പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുക, നാളെ അവർ നിങ്ങളെയും തേടി വരും, പറയാൻ ആരും കാണുകയില്ല എന്ന് പറയുന്ന ചൊല്ലുപോലെ ഇതിനകത്ത് നിന്ന് ആരും മാറി നിൽക്കുന്നൊന്നുമില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ ഗതികെട്ട അവസ്ഥ എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. രാഷ്ട്രീയപരമായി അഡ്വക്കേറ്റ് അനിൽ ബോസിനോട് യോജിച്ചാൽ സ്മാർട്ട് മൂവാണ് കോൺഗ്രസ് നടത്തിയത് എന്ന് വേണമെങ്കിലും പറയാം. ഇങ്ങനെയല്ലാതെ ജനാധിപത്യപരമായി തിരുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് മറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ആ രീതിയിലുള്ള അലൊക്കേഷൻസിലേക്ക് പോകുകയല്ലാതെ എന്താണ് കോൺഗ്രസ് ചെയ്യുക? അതൊരു കേഡർ പാർട്ടിയല്ല. ജനാധിപത്യപരമായി കോൺഗ്രസിനുണ്ടാകുന്ന വീഴ്ചകൾ അംഗീകരിച്ച് കൊണ്ടുപോലും അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു നീക്കങ്ങൾ, ഇതല്ലാതെ പിന്നെ മറ്റെന്താണ്? അപർണ, ഇവിടെ ഏതു സമയത്തും മാർക്സിസ്റ്റ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് മാത്രമായിട്ട് കോൺഗ്രസ് പോവുകയാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, പരിഹരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. ഇപ്പോൾ 7/4/2022 ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് BJP-യിൽ പോയ ദിവസമാണ്. ആ BJP പോയ ദിവസം തന്നെ തൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ പത്മജ വേണുഗോപാൽ ഒരു കുറിപ്പ് എഴുതി. യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിലും ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണെന്നും കോൺഗ്രസ് കൃത്യമായി പരിശോധിക്കണമെന്നും നേതാക്കന്മാരുടെ ഒഴുക്ക് നിയന്ത്രിച്ചില്ല എങ്കിൽ കോൺഗ്രസിന് ഭാവിയിൽ വലിയ കടുത്ത പ്രശ്നം വരും എന്ന് അവർ കുറിപ്പെഴുതി. 1.5 വർഷം അവർ കാത്തിരുന്നല്ലോ. അവരെഴുതിയ കുറിപ്പും അവർ ഉന്നയിച്ച പ്രശ്നം കണ്ടെത്തി പരിഹരിക്കാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അവർ ആ സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ BJP-യിൽ പോകുന്നതും CPM-ൽ പുറത്താക്കിയതിനു ശേഷവും അച്ചടക്ക നടപടിയെടുത്ത് മാസങ്ങൾ വർഷങ്ങൾ മാറ്റി നിർത്തിയിട്ട് അവർ മറ്റു രാഷ്ട്രീയത്തിൽ പോകുന്നതും രണ്ടാണ്. പത്മജ വേണുഗോപാൽ മിനിങ്ങാന്ന് വരെ രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ഘടകമാണ്, KPCC-യുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടികയിൽ ഉൾപ്പെട്ടയാളായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ലേ? ആ സമിതിയിൽ ഇരുന്ന ആള് പോയതും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ദേവികുളം MLA-ക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട MLA-ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി നടപടി സ്വീകരിച്ച് പുറത്താക്കിയതും രണ്ടാണ്. ഇപ്പൊ ശ്രീ ടോം വടക്കൻ, അദ്ദേഹം പോകുമ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവായിരുന്നു. ഒരു ദിവസം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവായി ഇരുന്ന് പ്രസംഗിച്ച് മാധ്യമങ്ങളുമായി സംവദിച്ചയാൾ പിറ്റേ ദിവസം ആ കസേരയിൽ വന്നിരിക്കുന്നത് BJP-യുടെ അഖിലേന്ത്യാ വക്താവായിട്ടാണ്. അനിൽ ആന്റണി പോകുമ്പോൾ മീഡിയ സെല്ലിന്റെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കൺവീനർ ആയിരുന്നു. അദ്ദേഹം പിറ്റേ ദിവസം പോയി അതേ കസേരയിൽ BJP-യുടെ കൺവീനറായി ഇരിക്കുന്നത് നാം കാണുകയാണ്.
സി രഘുനാഥ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി ഇപ്പോ 2 മാസം മുമ്പ് BJP ചേർന്ന് ഇപ്പോൾ കണ്ണൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അതുപോലെ എത്രയോ ആളുകൾ, ഡോക്ടർ KS രാധാകൃഷ്ണൻ PSCയുടെ ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വലിയ ഉപദേശകനായി മാറിയ ആളാണ് നേരെ പോയി BJP ആയി മാറിയത്. KK നാരായണൻ DCC ജനറൽ സെക്രട്ടറിയായി കാസർഗോഡ് ഇരുന്നയാളാണ് ഒറ്റ ദിവസം ഡ്രസ് മാറി BJP ആയി മാറുന്നത് നാം കാണുന്നത്. ഡോക്ടർ അബ്ദുൾ സലാം അവിടെ വൈസ് ചാൻസലറായി ഇരുന്നയാൾ നേരെ വന്ന് BJP ആയി മാറുക. അപ്പോ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ, വർഷങ്ങൾക്ക് മുമ്പ് നടപടി സ്വീകരിച്ചവർ പോയി എന്നത് നിങ്ങളിപ്പോൾ താരതമ്യ പഠനമല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിൽ വലിയ ഒഴുക്ക് വരാൻ കാരണം എന്താണ്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നവർ തന്നെ BJPയുടെ മുഖ്യമന്ത്രിയായി മാറിയ 4 പേരുണ്ട് ഇവിടെ. ത്രിപുരയിലെ മുഖ്യമന്ത്രി മണീഷ് സാഹ, ആസാമിലെ മുഖ്യമന്ത്രി ഹെമന്ത ബിശ്വ ശർമ്മ, മണിപ്പൂരിലെ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ്, അരുണാചൽ പ്രദേശിലെ N പ്രേമഘട്ടു. എന്താ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇതുവരെ 45 MLA-മാരുമായി ഞങ്ങൾ കോൺഗ്രസിന്റെ മന്ത്രിസഭ അങ്ങനെ BJPയിലേക്ക് പോകുകയാണെന്ന് പറയുകയാണ്. അതിനെന്താണ് കാരണം? നിങ്ങളുടെ സാമ്പത്തിക നയവും BJPയുടെ സാമ്പത്തിക നയവും ഒരേപോലെയാണ്. നിങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്ര നിലപാടും കോൺഗ്രസിന്റെയും BJPയുടെയും പ്രത്യയശാസ്ത്ര നിലപാട് ഒരേപോലെയാകുന്നു. ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് BJP ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനോട് തുല്യമാകുന്നു. അതുകൊണ്ട് ഏത് മുന്നണിയിൽ പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് നേതൃത്വം തന്നെ തീരുമാനിക്കുകയാണ്. ആ സാഹചര്യമാണ് ഇവിടെയുള്ളത്. അത് വസ്തുതാപരമായി പരിശോധിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടെത്തിയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒഴുക്ക് കൂടും. BJP പറഞ്ഞില്ലേ, ശോഭാ സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? മുരളീധരനോട് ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്, പക്ഷെ നാളെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നതുകൊണ്ട് പറയുന്നില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞില്ലേ. ഇവിടെ ബിന്ദു കൃഷ്ണ പറഞ്ഞു ചില പ്രസ്താവന, മറുപടി പറയുന്നില്ല. അവരും ഞങ്ങളോട് ചർച്ച നടത്തി ഡീല് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ബിന്ദു കൃഷ്ണ മിണ്ടിയില്ലല്ലോ. പല നേതാക്കന്മാരുടെയും അവസ്ഥ അതാണ്. പിന്നെ നിങ്ങൾ ഈ മതിലെഴുത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ ചാനലിൽ വന്ന് TM പ്രതാപൻ തന്നെ പറഞ്ഞതല്ലേ, 3.5 ലക്ഷം പോസ്റ്റർ അടിച്ചു, ഇലക്ഷൻ വർക്ക് തുടങ്ങിയിരുന്നു, അവിടെ വലിയ തരത്തിൽ തൃശ്ശൂർ പ്രചരണത്തിൽ മുന്നേറിയിരുന്നു എന്ന് പറഞ്ഞതല്ലേ. വടകരയിലേക്ക് പോയാലും ആ സാഹചര്യം നമ്മൾ കണ്ടതല്ലേ. ഇത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ പ്രചരണ രംഗത്ത് സിറ്റിംഗ് MPമാർ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചത് 2023 ഫെബ്രുവരി മാസം ആദ്യം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രചരണം ആരംഭിച്ചത്. ആ പ്രചരണം ആരംഭിച്ച് മുന്നേറുമ്പോൾ ഇത്തരത്തിലുള്ള ട്വിസ്റ്റ് പത്മജ വേണുഗോപാലൻ പോയത് കൊണ്ടാണ് ഇത്തരത്തിലെല്ലാം ഞങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ചരിത്രം വീണ്ടും പുനരാവർത്തിക്കാൻ പോവുകയാണ്. അച്ഛനോടും മകനോടും വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് ഒരു കെ കരുണാകരനെ 1996 തോൽപ്പിച്ചു. അതേപോലെ തന്നെ ആങ്ങളെയും പെങ്ങളെയും പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, ആങ്ങളെയും പെങ്ങളെയും ഞാൻ പറയാം ആങ്ങളെയും പെങ്ങളെയും തോൽപ്പിച്ച കാൻഡിഡേറ്റ് എന്ന് ശ്രീ സുനിൽ കുമാറിന് ഒരു അർഹത കിട്ടാൻ പോവുകയാണ്, ഒരു അംഗീകാരം കിട്ടാൻ പോവുകയാണ്. കാരണം നേരത്തെ പെങ്ങളെ തോൽപ്പിച്ചു, ഇപ്പോ സഹോദരനെ തോൽപ്പിക്കാൻ, ആങ്ങളെ തോൽപ്പിക്കാനുള്ള അവസരം. ഈ വർത്തമാനകാലത്ത് കടുത്ത പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് പോകുന്നത് എങ്ങനെയാണ് അരുൺകുമാർ ഇത് ചോദിച്ചു പോകാതിരിക്കുന്നത്? എങ്ങനെ? ഇപ്പൊ തന്നെ അല്പം മുൻപ് നിലമ്പൂരിൽ കരുണാകരന്റെ പടം കൂടെ വെച്ചുള്ള ഫ്ലക്സ് ആണ് BJPയുടെ ഭാഗത്ത് നിന്ന്. അത് കോൺഗ്രസ് പ്രവർത്തകർ കീറിയിരിക്കുന്നു. വലിയ പ്രതിഷേധമൊക്കെ. കരുണാകരനെ മകന് ഓൺ ചെയ്യാമെങ്കിൽ മകൾക്കും ഓൺ ചെയ്യാം, അത് വന്നുകൂടായില്ല. കെ കരുണാകരന്റെ സ്മാരകം BJP നിർമ്മിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായാൽ അതും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും കോൺഗ്രസ്. അതൊക്കെ കുഴപ്പമില്ല, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ എൻ്റെ ചോദ്യം, ഞങ്ങൾ സിറ്റിംഗ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു, മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് 3.5 ലക്ഷം പോസ്റ്റർ TN പ്രതാപൻ അടിച്ചു, അദ്ദേഹം ചുവരെഴുതി. ഞങ്ങൾ ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് വരുമ്പോൾ ചെറിയ ഭേദഗതി വരുത്തി അത് ഒഫീഷ്യലായി തീരുമാനിച്ചു. താങ്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോരെഴുതിയത്? ഏത് പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോരെഴുതിയത്? താങ്കൾ അന്നത്തെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കാശ്മീർ ചാനൽ ചർച്ചയിൽ താങ്കൾ താങ്കൾ സ്ഥാനാർത്ഥിയാണ്. അല്ലല്ല, വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഡയറക്ട് ക്വസ്റ്റ്യനാണ്, ഡയറക്ട് ക്വസ്റ്റ്യനാണ്. അല്ല, വിഷയം അതാണ്, അതും വിഷയമാണ്, അത് വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ വിഷയം CPM-കാരനല്ല ചർച്ച ചെയ്യേണ്ടത്. കോൺഗ്രസ് പാർട്ടിയുടെ വിഷയം ചർച്ച ചെയ്യേണ്ടത് CPM-കാരനല്ല. CPM-കാരൻ ഇവിടെ വന്നിരുന്ന ഈ ചർച്ചയിൽ TN പ്രതാപൻ പോസ്റ്റ് അടിച്ചതിൽ സങ്കടപ്പെടുമ്പോ ഇയാൾ ആര് പറഞ്ഞിട്ടാണ് തൃക്കാക്കരയിൽ ചോരെഴുതിയത്? ഇയാൾ ആര് പറഞ്ഞിട്ടാണ് തൃക്കാക്കരയിൽ ചോരെഴുതിയത്?
ഇയാൾ പറയട്ടെ, ഇയാൾ ആര് പറഞ്ഞിട്ടാണ്? ഏത് CPM സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടാണ് ഇയാൾ ചോരെഴുതിയത്? ആ ചോരെന്തെങ്കിലും തൂക്കിട്ടുണ്ടോ? ഇന്ന് പത്രക്കാരോട് രാവിലെ നിങ്ങൾ അത് തന്നെ TN പ്രതാപൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം നിങ്ങളോടാണ്. ഈ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ചർച്ചയിൽ യഥാർത്ഥ വസ്തുത പരിഹരിക്കാൻ തീരുമാനിക്കാതെ CPM-നെ ആക്രമിക്കാൻ പോവുകയാണ്. മാർക്സിസ്റ്റ് വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും മുഖമുദ്രയാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒഴുക്ക് ഓരോ ദിവസവും കൂടും. ആ ഒഴുക്ക് കോൺഗ്രസ് ദുർബലമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് മതനിരപേക്ഷ കോൺഗ്രസായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസിനെ അതേപോലെ BJP ആക്കി മാറ്റുന്നതിന് വേണ്ടി ഇടപെടലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി എടുത്തിട്ടുള്ള സമീപനങ്ങൾ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കും, താങ്കൾ എന്നെ തടസ്സപ്പെടുത്തും. താങ്കൾക്ക് ഇത് കേൾക്കാനുള്ള ത്രാണിയില്ല എന്ന് എനിക്കറിയാം, അവിടെ താങ്കൾ തടസ്സപ്പെടുത്തും. TN പ്രതാപനെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വിഷയം നമ്മൾ കോൺഗ്രസ് തന്നെയാണ് ചർച്ച ചെയ്തു വരുന്നത്. അതിനകത്ത് BJP വിഷയമാകുമ്പോൾ ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ജയസൂര്യയിൽ കൂടെ പോയിട്ട് അഡ്വക്കേറ്റ് അൽബോസ് അന്ന് ചുരുക്കം പറഞ്ഞു നിർത്തൂ. ഒരു സെക്കൻഡ്. എന്റെ സമയത്ത് അദ്ദേഹം കയറി ഇടപെട്ട് പറഞ്ഞ് കേൾക്കാതിരിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ തടസ്സപ്പെടുത്തിയില്ല. എനിക്ക് അനുവദിച്ച സമയത്താണ് അദ്ദേഹം ഇടപെട്ടത്. എന്റെ ചോദ്യം, നിങ്ങൾ രണ്ടുപേരോടുമല്ല, എനിക്ക് അഡ്വക്കേറ്റ് ജയസൂര്യനോട് ഞാൻ ചോദിക്കണം. അഡ്വക്കേറ്റ് ജയസൂര്യൻ സമയമുണ്ട്, എനിക്ക് അഡ്വക്കേറ്റ് ജയസൂര്യന് സമയം കൊടുക്കണമല്ലോ. അഡ്വക്കേറ്റ് ജയസൂര്യൻ ചോദിക്കാതെ പോകാൻ വയ്യ. ഞാൻ നേരത്തെ അനിൽ ബോസിനോട് ചോദിച്ചതാണ്, ഈ കരുണാകരന്റെ പടം കൂടെ ചേർത്തുകൊണ്ടുള്ള ഫ്ലക്സിലേക്ക് BJP കടക്കുക, അതുവരെ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുമോ? മോദി എന്ന് പറയുന്ന താരപ്രചാരകൻ തന്നെ ധാരാളമല്ലേ? നിങ്ങൾക്ക് ഈ കരുണാകരനെ ഓൺ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൂടി BJP കടക്കുന്നു. BJP എന്ത് തരത്തിലുള്ള പ്രചാരണ തന്ത്രത്തിനും ഇറങ്ങും എന്നുകൂടിയാണോ? തെരഞ്ഞെടുപ്പ് രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ CPM ആരുമാവട്ടെ, അവർക്കെതിരെയുള്ള സമര രംഗത്ത് എല്ലാ തന്ത്രങ്ങളും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ BJP പ്രയോഗിക്കുക തന്നെ ചെയ്യും. പ്രസക്തമായ ഒരു ചോദ്യം ഞാനിവിടെ ചോദിച്ചു, രണ്ടുപേരും മിണ്ടിയില്ല. രണ്ട് പാർട്ടികളും CPM-ഉം കോൺഗ്രസും എതിരിടാൻ പോകുന്നത് BJP ആണ്. അങ്ങനെ രണ്ടുപേരുടെയും ശത്രു BJP ആണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ അങ്ങനെ പറയുന്നില്ല? കേരളത്തിൽ CPM-ഉം കോൺഗ്രസും അല്ല. അഡ്വക്കേറ്റ് ജയസൂര്യൻ, കേരളത്തിൽ LDF-ഓ UDF-ഓ ആ രീതിയിൽ പറയുന്നില്ല. BJP ആണ് പ്രധാന ശത്രു എന്ന് പറയുന്നില്ല. ഇത്രയും നേരമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്നുള്ള ചിത്രമാണ് ഇരു പാർട്ടികളും, ഇരു മുന്നണികളും വ്യക്തമാക്കുന്നത്. അത് ഉറപ്പാണ്. അല്ല, ഇവര് ജയിച്ചു വന്നിട്ട് ആരെ എതിർക്കാനാണ്? ഇത് അസംബ്ലി ഇലക്ഷൻ അല്ലല്ലോ, ഇത് പാർലമെന്റ് ഇലക്ഷൻ അല്ലേ? പാർലമെന്റിൽ BJP എതിർക്കാനാണെങ്കിൽ ഇവരെന്തിനാണ് തല തമ്മിൽ തല്ലിച്ചാകുന്നത്? ഇവർ ആരോഗ്യകരമായിട്ട് മത്സരിച്ച് BJP എതിർക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഇവര് തന്നെ തകർന്നു വീഴുന്നത് എന്തിനാണ്? ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇത് അസംബ്ലി ഇലക്ഷൻ അല്ലല്ലോ. ഓക്കെ, റൈറ്റ്. ഏതായാലും ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ തന്ത്രങ്ങളെന്ന് BJP പറയുന്ന സമയത്ത് അത് പ്രതിരോധിക്കാൻ ഈ നയങ്ങൾ മതിയാകുമോ കോൺഗ്രസിന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ചോദിച്ചുകൊണ്ടുകൂടി വേണം എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ. അതിനിടയിൽ പ്രേക്ഷകരോട്, ജനങ്ങളോട് ചോദിച്ചു, പത്മജ ഇഫക്റ്റിനെ പേടിച്ചോ കോൺഗ്രസ് എന്ന് ചോദിക്കുമ്പോൾ 54% പ്രേക്ഷകർ അതെ എന്നും 43% പ്രേക്ഷകർ അല്ല എന്നും പറയുന്നിടത്ത് ഏകദേശം വലിയ വ്യത്യാസമില്ലാത്ത പ്രതികരണങ്ങൾ വരുന്നിടത്ത് ഉണ്ട്. കോൺഗ്രസ് കൂടുതൽ സജീവമായി പ്രചാരണ രംഗത്തിന് ഇറങ്ങിയിരിക്കുന്നു. വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ 2 ആഴ്ച കഴിഞ്ഞു പോയതിനേക്കാൾ അപ്പുറത്തേക്ക് ആ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴും വേണ്ട ചില സ്വയം തിരുത്തലുകൾ ഇലക്ഷന് ശേഷമെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞതുപോലെ ജനാധിപത്യപരമായ ചില തിരുത്തലുകൾ ഉണ്ടാകേണ്ട സമയങ്ങൾ കൂടി ഇതിനകത്ത് അതിക്രമിച്ച് പോയിരിക്കുകയാണ്. ഏതായാലും സമയം കടന്നുപോയത് കൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് വരുന്നില്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് ജയസൂര്യൻ പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ചർച്ച. നമസ്കാരം.